المسلم متناعسا لسكون عيش ما أجاب السائلين. ശരിയാ, പഠിക്കോ. سنرى البلاد المسلم متناعسا പഠിക്കോ. متناعسا لسكون عيش ما أجاب السائلين. ما أجابوا السائلين. لسكون عيش ما أجابوا السائلين. عزمت صهاينة ومن تبعت بها وبدعم مال والصداقة مقبلين. صعبت يهود بسوء മോനെ സ്വാഉബത്ത് ചില സ്ഥലത്ത് മാഷിങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം അറിയാതെ ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്. അതാണ് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഒന്നും കൂടി പെർഫെക്റ്റ് ആക്കാൻ പറ്റും. സ്വാഉബത്ത്. ഓക്കെ, സ്വാഉബത്ത്. صعبت يهود بسوء غرل قلوبهم بعداوة لرجال أرض المؤمنين. صعبت يهود بسوء غرل قلوبهم بعداوة لرجال أرض المؤمنين. شهداؤنا المقدام أنتم مفلحون عجبا لأمر المؤمنين صابرين. കുറച്ച് എല്ലാവരും ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് ഫീലിങ്സിലങ്ങ് പാടണം. ഓക്കെ, പാടിക്കോ. صعبت يهود بسوء غرل قلوبهم بعداوة لرجال أرض المؤمنين. ലിരിജാലി ഗർലി അല്ല, ഗർല് ലക്ഷ്യം, എയിം എന്നർത്ഥം. ഗർല അല്ല, ലിരിജാലി അർല് ഭൂമി, അർല്. ഓക്കെ. صعبت يهود بسوء غرل قلوبهم بعداوة لرجال أرض المؤمنين. شهداؤنا المقدام أنتم مفلحون. മോനെ, അതായത് രണ്ട് ബേസും കറിയാം. ബേസിൽ പാട് രണ്ട് ലൈന്, 4 ലൈന് ടോപ്പിലാണ് പാട്. സാധാരണ മാഷകനെ പാടല്. അത് ടോപ്പിൽ നമ്മൾ പാടുന്ന സമയത്ത് പിന്നെ ഇതാണ് വരിക. സ്വാഉബത്ത് യഹൂദു ബിസൂഇ ഗർലി ഖുലൂബിഹിം بعداوة لرجال أرض المؤمنين. شهداؤنا المقدام أنتم مفلحون عجبا لأمر المؤمنين صابرين. ആ രീതിയിൽ ഇങ്ങനെ നമുക്ക് ആ ഒരു പ്ലാനിൽ എടുക്കാം കേട്ടോ. മാക്സിമം എന്ത് ചെയ്യാം, കവിതയിൽ വലിയ ഈണത്തിന് പ്രാധാന്യം ഇല്ലെങ്കിലും ഈണത്തിന് പൊതുവേ ഒരു ഇമ്പുണ്ട്.
മഖ്റജുകളെല്ലാം പെർഫെക്റ്റ് ആക്കി പാടുമ്പോൾ ആണ് അതിൻ്റെ ഈണത്തിന് ഏറ്റവും പ്രാധാന്യം വരും. മഖ്റജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മഖ്റജ് വളരെ പെർഫെക്റ്റ് ആക്കുക, ഈണവും പെർഫെക്റ്റ് ആക്കുക. അപ്പോൾ എന്താകും? നല്ല മാർക്ക് കിട്ടും. ഓക്കെ, ചിലത് മഖ്റജ് ഉണ്ടാകും, ഈണമൊന്നും ഇല്ലായെങ്കിലും നല്ല മാർക്ക് ഉണ്ടാവും. പക്ഷേങ്കിൽ നല്ല മഖ്റജ് വെച്ച് നല്ലോണം മഖ്റജ് പാടുന്നുണ്ട്, പറയുന്നുണ്ട്, അതുപോലെ തന്നെ നന്നായിട്ട് ഈണം ഉണ്ടെങ്കിൽ ശരിക്കും പ്രൈസ് കിട്ടും. ഓക്കെ, പഠിക്കാം. شهداؤنا المقدام أنتم مفلحون عجبا لأمر المؤمنين صابرين وتطير يوما علمكم أعلى السماء وتلاشت اليهود أبدا خاسرين يا ربنا أنقذ أخانا المسلمين من ظلم فجار اليهود الفاسقين. പിന്നെ ഇനി ശരിയാക്കേണ്ടതെന്ന് പറഞ്ഞാൽ മഖ്റജുകളെ കുറച്ച് ശരിയാക്കുക. പാട്ടിൻ്റെ ഈണം മാഷ് പാടിയതുപോലെ ഒന്നുകൂടി കേൾക്കും. മിനിമം മാഷ് പാടിയതുപോലെ ആ ഒരു ഈണം പഠിക്കുക. പിന്നെ വേറെ എന്നാൽ പാട്ട് ഇത് കുറച്ച് ടെമ്പോ, അതായത് പാട്ടിൻ്റെ താളബോധത്തോട് പാടുമ്പോൾ താളബോധത്തോട് പാടാൻ വേണ്ടി പറയുന്നത് ടൈം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ താളബോധം ഇല്ലാതെയാണ് ഈ പാടില്ല, അപ്പം ടൈം കറക്റ്റ് ആവില്ല, 5 മിനിറ്റിലപ്പുറം പോകും. ഈ പാട്ട് മാഷ് പാടിയതുപോലെ അതേ താളത്തിൽ പാടിക്കഴിഞ്ഞാൽ ഒരു 4.5 മിനിറ്റിൽ നമുക്ക് നിർത്താം. 4.5 മിനിറ്റിൽ നിർത്താം. അതുകൊണ്ട് ആ താളത്തിനനുസരിച്ച് പാടണം കേട്ടോ. ആ താളത്തിൽ ഇപ്പം പിന്നെ റഫഅൽ ബുകാഉ മിൻ ബിലാദിൽ മുസ്ലിമീൻ ഖറുബൽ അനാമു ഇലൽ ഖിയാമത്തി മുസ്രിയീൻ ലലമത് തുഗാതു ബിഅന്ന ഹൗല ജിനായത്തിൻ. ഇതേ സ്പീഡിൽ പാടണേ, ഇതേ സ്പീഡിൽ പാടണം കേട്ടോ. അങ്ങനെ അതേ സ്പീഡിൽ പാടിയിട്ട് അതിൻ്റെ ടൈം ഒന്ന് കറക്റ്റ് ആക്കി അടുത്ത പ്രാവശ്യം വീണ്ടും പാടാം കേട്ടോ. ഓക്കെ, ശരി ആയിക്കോട്ടെ. ഓക്കെ, അപ്പം മത്സരം 8-ാം തീയതി. ആ മത്സരത്തിന് മുമ്പ് ഒരു 95 മാർക്ക് പോകണം. ഇപ്പം ഞാൻ എനിക്കൊരു 87 മാർക്ക് ഇല്ല, കുറേ ശരിയാക്കാനുണ്ട്. ഓക്കെ, ശരി. ഓക്കെ, അസ്സലാമു അലൈക്കും.